ഹായ് വെൽക്കം ടു മൈ ചാനൽ വി കെ വ്ളോഗ്. നമുക്കിന്ന് മാങ്ങിഞ്ചി കൊണ്ടൊരു കിടിലൻ അച്ചാറുണ്ടാക്കി നോക്കണം. ഇതന്നെ സുഹൃത്തുക്കളെ, ഇത് മാങ്ങിഞ്ചി കൊണ്ടുള്ള അച്ചാറാണിതാ. നമുക്ക് നോക്കാം എങ്ങനെയാണുള്ളത്. നോക്കിയിട്ട് വരാം. മാങ്ങിഞ്ചി അച്ചാറുണ്ടാക്കാൻ വേണ്ടി മാങ്ങത്തുള്ളി വേണം, പൊടി, കാശ്മീർ ചില്ലി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് വേണ്ടത് വിനാഗിരി, പിന്നെ ഉപ്പ്. നമുക്ക് നോക്കാൻ ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അടുപ്പ് കത്തിച്ച് തീ കൂട്ടി പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രം ചൂടായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാങ്ങിഞ്ചി ഇടാണ് ചെയ്യണം. ഞാനിതിലൊരു ലേശം ഉപ്പ് പരത്തിച്ചിട്ടുണ്ട്. ഇതാണ് ആ എണ്ണയിലേക്ക് ഇടാൻ പോണേ കേട്ടോ. കുറച്ചിട്ട് ഇനി ഇത് നമുക്ക് വറുത്ത് പോലെ എടുക്കാം. നമ്മുടെ മാങ്ങിഞ്ചി അതാണ്ട് കളറ് മാറിയിട്ടുണ്ട് കേട്ടോ. മാങ്ങിഞ്ചിയുടെ വറവ് ശരിയായിട്ടുണ്ട്. നമുക്കിത് കോരെടുക്കാം. മാങ്ങിഞ്ചി ഇവിടെ കോരെടുത്തു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുപ്പിലല്ല ഗ്യാസിനെയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പെട്ടെന്ന് കഞ്ഞി മണച്ച കാരണം കൊണ്ട് ബാക്കിയൊക്കെ ഈ എണ്ണയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ എണ്ണ അതാ ചൂടായിട്ടുണ്ട്. ആ എണ്ണ തന്നെയാണ് തുറത്തിരിക്കുന്നത്. ഇനി അതിൽ കടുകിടുക 2 ടീസ്പൂൺ കടുകിടുക. കടുകായി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വേണ്ട, മാങ്ങിഞ്ചി ഉണ്ടോ, വെളുത്തുള്ളിയും പച്ചമുളകും ഇടുക. ഇതൊന്ന് നോക്കണം. കളർ മാറട്ടെ. അത് നമുക്ക് പൊടികൾ ചേർക്കുന്നതിനെക്കാട്ടിന് മുന്നേ നമുക്ക് ഒരടുപ്പിൽ ഒരു പാൻ വെച്ചിട്ട് അതിലൊരു ലക്ഷം നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സൂത്രത്തിന് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ പൊടികൾ നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീർ ചില്ലി മുളക് പൊടി. കാശ്മീർ ചില്ലി ഞാൻ 2 ടീസ്പൂണാണ് എടുക്കണത്. കാശ്മീരി മുളക് പൊടി, നല്ല മുളക് പൊടി ഞാനൊരു ലേശം എടുക്കുള്ളൂ. കാരണം ഇതുകൂടി ഉണ്ടാക്കിയ മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ നമ്മുടെ ഉലുവ വറുത്ത് പൊടിച്ചുണ്ടല്ലോ, അതും നമ്മൾ വീട്ടിൽ തന്നെ വെച്ചിരിക്കുന്ന ഉലുവയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തീ ഓഫ് ചെയ്യാം. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായി മൂട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് കളർ മാറിക്കുന്നത് ഇഞ്ചി ഇടുക. മാങ്ങിഞ്ചി നമ്മൾ വറുത്തിച്ചല്ലേ, അതിടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടികളിടാം. നമ്മൾ വറുക്കല്ല, വെറുതെ ഒന്ന് ഇതാക്കി മൂപ്പിച്ചെടുത്ത പൊടികളുണ്ടല്ലോ അതിലേക്ക് ഇടാം. നമ്മളിതിലേക്ക് ഉപ്പിട്ടുണ്ടായില്ല, ആവശ്യത്തിന് ഉപ്പിടണം. മിക്സ് ചെയ്യണം. അതുപോലെ കുറച്ച് വിനാഗിരി ഒഴിക്കണം. വിനാഗിരി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ അതിൽ കുറച്ച് കറിവേപ്പില വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മാങ്ങിഞ്ചിയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല കിടുക്കാച്ചി എന്താ പറയുക അച്ചാറാണ് കേട്ടോ ഈ മാങ്ങിഞ്ചി അച്ചാർ. ചോറിൻ്റെ കൂടെ ലേശം വേണ്ടിയിട്ട് കഴിച്ച് നോക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വെറൈറ്റി കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.